Hello everyone. Welcome to Inside Research Analytics Weekly Market Report. ഈ ഒരാഴ്ചയിലെ മാർക്കറ്റ് റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ ഓഹരി വിപണികൾ തിരിച്ചുവരവ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വിപണിയുടെ ഈ ഒരു ഭാഗിക പുനർജീവനത്തിന് പ്രധാന കാരണമായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൗമ്യമായ പലിശ നയ നിലപാട്, അതോടൊപ്പം തന്നെ ഉത്സവകാല ആവശ്യങ്ങൾ വർദ്ധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ, കൂടാതെ ക്യാപിറ്റൽ മാർക്കറ്റ് ലെൻഡിംഗ് രംഗത്തുള്ള പരിഷ്കരണങ്ങൾ എന്നിവയാണ്. വിദേശ നിക്ഷേപകരായിട്ടുള്ള FIIs വിറ്റൊഴിവ് തുടരുകയാണ്. ഈ ഒരാഴ്ച 8347 കോടി മൂല്യമുള്ള ഓഹരികൾ വിറ്റഴിച്ചപ്പോൾ ആഭ്യന്തര നിക്ഷേപകരായ DIIs ആകട്ടെ ശക്തമായ പിന്തുണ നൽകിയിരിക്കുകയാണ്. 1313 കോടി രൂപയുടെ മൂലധന പ്രവാഹം വിപണിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി നെറ്റ് നോക്കുമ്പോൾ 4666 കോടി രൂപയാണ് വന്നിട്ടുള്ളത്. ആഴ്ചയുടെ അവസാന ഭാഗത്ത് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികൾ മികച്ച പ്രതിരോധ ശേഷി കാണിച്ചിട്ടുണ്ട്. അതേസമയം നിഫ്റ്റി 50 0.65% ഇടിഞ്ഞിരിക്കുകയാണ്. മിഡ് ക്യാപ് 150 0.57%, സ്മോൾ ക്യാപ് 250 0.87% ഇടിഞ്ഞിട്ടുണ്ട്. വിപണി ചാഞ്ചാട്ടങ്ങൾക്കിടയിലും ഇന്ത്യയുടെ വിക്സ് 4.37% താഴ്ന്നത് നിക്ഷേപകരുടെ ഭീതിയിലുണ്ടായ കുറവിന് തെളിവാണ്. ആഴ്ചയിലെ മറ്റൊരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ വിലയിൽ വന്നൊരു വ്യത്യാസമാണ്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ 2.7% ഉയർന്ന് $64.42 ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതേസമയം രൂപ 88.78 USD എന്ന ആഴ്ചയിൽ ഏറ്റവും താഴ്ന്ന നിരക്കിൽ വ്യാപാരം ചെയ്തു. ഇത് FIIസിന്റെ വിറ്റൊഴിവും ഗ്ലോബൽ റിസ്കുമാണ് പ്രധാന കാരണമായി വന്നത്. ഈ ഒരു ഘടകങ്ങൾ ചേർന്നതോടെ ഇറക്കുമതി ചെലവുകൾ ഉയരുകയും ആഭ്യന്തര പണപ്പെരുപ്പ് സമ്മർദ്ദങ്ങൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഇതെല്ലാം തന്നെ വിപണിയിലെ മൂലധന പ്രവാഹത്തെയും നിക്ഷേപകരുടെ മനോഭാവത്തെയും നേരിട്ട് ബാധിക്കുന്ന പ്രധാന ഘടകങ്ങൾ കൂടിയാണ്. മേഖല അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഈ ഒരാഴ്ച വിപണിയിൽ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രകടനമാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് നിഫ്റ്റി മെറ്റൽസ് ആയിരുന്നു. 2.16% ആയിരുന്നു ഇത് ആഗോള കോപ്പർ വിലയിലുണ്ടായ വർധനയും യൂറോപ്യൻ യൂണിയൻ താരിഫ് വർധനയുടെ അഭ്യൂഹങ്ങളും കാരണമായിട്ടാണ്. നിഫ്റ്റി PSU ബാങ്ക് 2.04% ഉയർന്ന് മികച്ച നേട്ടം നേടിയിരിക്കുകയാണ്. RBIയുടെ മാറ്റമില്ലാത്ത പലിശ നിലപാടാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണമായത്. പ്രൈവറ്റ് ബാങ്കുകളും ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിലും ആഴ്ചയിൽ ഉയർന്ന പ്രകടനം കാഴ്ചവെച്ചു. മറുവശത്ത് നിഫ്റ്റി IT 2.98% ഇടിഞ്ഞു. കൺസ്യൂമർ ഡ്യൂറബിൾസ് 2.20% ഇടിവുണ്ടായി. ആഴ്ചയിലെ ഏറ്റവും വലിയ തോതിൽ നഷ്ടം രേഖപ്പെടുത്തിയത് ഇവയാണ്. അമേരിക്കൻ വിസ ഫീസ് വർധനയും ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളിലെ താരിഫും ഇതിന് പ്രധാന കാരണങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. നിഫ്റ്റി റിയാലിറ്റി 1.62% ഇടിഞ്ഞു. ഈ മേഖലയിലെ ഡിമാൻഡിൽ ഉണ്ടായ വീഴ്ചയിൽ ഇത് പ്രതിഫലിപ്പിക്കുന്നവയാണ്. ഓട്ടോ റീറ്റെയിൽ മേഖലയിൽ ശക്തമായ ഡിമാൻഡ് കാണിച്ച് ഈ ഒരാഴ്ചയിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ആഗോള വിപണിയിലും ഈ ഒരാഴ്ച മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രകടനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കൻ വിപണികൾ വെള്ളിയാഴ്ചയിലെ റാലിയുടെ സഹായത്തോടെ ചെറിയ തോതിലെങ്കിലും വീണ്ടെടുക്കൽ കാണിച്ചിരുന്നുവെങ്കിലും മൊത്തത്തിൽ ആഴ്ചയുടെ പ്രകടനം വളരെ ദുർബലമായിരുന്നു. ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവൽ പലിശ നിരക്കുകളെ കുറിച്ചുള്ള കഠിനമായ സ്ഥിതി വിവരങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നുവെങ്കിലും ഇൻഫ്ലേഷൻ, തൊഴിൽ വിപണി അപകടങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ വിപണിയെ ബാധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഡോ ജോൺസ് 0.17%, S&P 500 0.06% ഉയർന്നതും ഏഷ്യൻ വിപണിയിൽ ദക്ഷിണ കൊറിയയുടെ കോപ്സി 2.70%, ജപ്പാൻ നിക്കായ് 1.85% ഇടിഞ്ഞത് വളരെ ശ്രദ്ധേയമായി. യൂറോപ്പിൽ FTSE 100 0.52% ഉയർന്നപ്പോൾ ജർമ്മനിയിൽ ഡാക്സ് 0.21% ഇടിഞ്ഞിരിക്കുകയാണ്. ഹങ്കായ് കോമ്പോസിറ്റ് 0.52% ഉയർന്നപ്പോൾ ഹാൻസെൻ 0.86% ഇടിവുണ്ടായി. ഈ ഒരു ഗ്ലോബൽ ട്രെൻഡുകൾ ഇന്ത്യൻ വിപണിയിൽ പ്രതിഫലിക്കുകയും ചെറുകാല നിക്ഷേപ തീരുമാനം എടുക്കാൻ ജാഗ്രത ആവശ്യമാണെന്ന് നമ്മളെ മനസ്സിലാക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. മുൻപോട്ടുള്ള ആഴ്ചകളിൽ വിപണിയുടെ ദിശ പ്രധാനമായും ആഗോള കേന്ദ്ര ബാങ്ക് നയങ്ങൾ, അമേരിക്കൻ സാമ്പത്തിക ഡേറ്റ, ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധങ്ങൾ, കൂടാതെ FI പ്രഭാവങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും. നിലവിലെ ചാഞ്ചാട്ടങ്ങൾ ചെറുകാല നിക്ഷേപകരെ ബാധിച്ചേക്കാമെങ്കിലും ദീർഘകാല നിക്ഷേപകർക്ക് ഇത് മികച്ച അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ളതാണ്. സർക്കാർ പരിഷ്കാരങ്ങളും RBIയുടെ പിന്തുണയുള്ള നയങ്ങളും വിപണിയെ സ്ഥിരതയിലേക്കും വളർച്ചയിലേക്കും നയിക്കുന്നതാണ്. അതിനാൽ നിക്ഷേപകർ വിപണിയിലെ ഇടിവുകളെ ഭയപ്പെടാതെ അടിസ്ഥാനപരമായ ശക്തമായ ഓഹരികളിൽ ദീർഘകാല ദൃശ്യമാകുന്ന നിക്ഷേപങ്ങൾ ചെയ്യുന്നത് കൂടുതൽ സുരക്ഷിതമായ സമീപനമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഇൻവെസ്റ്റിംഗ് വീക്ക് നേരുന്നു. Thank you for watching.